Alright guys, welcome back fighters. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ബാഗ് വർക്കൗട്ടാണ്. ഇപ്പോൾ ഒരു ബാഗ് നമ്മൾ വീട്ടിൽ മേടിച്ചിട്ട് തൂക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സിമ്പിളായിട്ട് ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ് ഈ ജാബും ക്രോസും. ഈ സാധനം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഷോൾഡർ എൻഡ്യൂറൻസ് കൂട്ടാം, ഷോൾഡർ സ്ട്രെങ്ത് കൂട്ടാം, നക്കിൾ സ്ട്രെങ്ത്, അതുപോലെ തന്നെ റിസ്റ്റ് സ്ട്രെങ്ത്, പിന്നെ നമ്മുടെ പവർ, ഹിറ്റിംഗ് പവർ, പിന്നെ അങ്ങനെ ബന്ധപ്പെട്ട ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അത് നമ്മൾ മാക്സിമം ഇംപ്രൂവ് ചെയ്തെടുക്കാനായിട്ടാണ് ഈ സംഭവം നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്യുന്നവർക്കും ജിമ്മിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ബാഗ് തൂങ്ങി കിടക്കുമ്പോൾ എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഇത് ഹിറ്റ് ചെയ്യേണ്ടത് എന്നറിയാൻ മേലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് എല്ലാവരും നല്ലതുപോലെ വാമപ്പ് ചെയ്യുക. ബോക്സിങ്ങിന്റെ വാമപ്പ് എന്ന് പറഞ്ഞ് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ഇതായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ തപ്പിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ലിങ്ക് കിട്ടും. അത് കാണുകയാണെങ്കിൽ അത് നോക്കി ചെയ്ത് വേണമെങ്കിൽ വാമപ്പ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് വാമപ്പ് അറിയാമെങ്കിൽ അത് ചെയ്യാം. അതിനുശേഷം പിന്നെ നമുക്ക് ബാക്ക് വർക്കൗട്ടിലേക്ക് കടക്കാം. സ്റ്റാൻസിലേക്ക് നമ്മൾ നിൽക്കുക. എന്നിട്ട് ആദ്യമേ ഇതിപ്പം ഒരു ടാർഗറ്റ് ആണല്ലോ, ഇപ്പൊ നമ്മുടെ ബാഗ് എന്ന് പറയുന്ന ഒരു ടാർഗറ്റ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കയറി നിന്നിട്ട് നമ്മൾ പഞ്ച് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഹാഫ് പഞ്ചസ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനെപ്പോഴും നമ്മൾ ആ ഒരു ടാർഗറ്റിനെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് വേണം നമ്മൾ ഇതിനെ ഹിറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇതിനെ വെച്ച് ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ജാബ് വെച്ചിട്ട് നമ്മളിങ്ങനെ അളക്കുക. ജാബിന്റെ ആ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഡിസ്റ്റൻസിനെ അളക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ പൊസിഷനിൽ നിന്ന് കാണിക്കുവാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഡിസ്റ്റൻസ് നമുക്ക് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് എത്രത്തോളം ഒരാളുടെ ഡിസ്റ്റൻസ് നമുക്ക് അറിയാം, ഏത് റേഞ്ചിലാണ് ആ വ്യക്തി ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളത്. അതാണ് ഈ ജാബിന്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ അതനുസരിച്ച് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിപ്പോ ഒരാളെ നമുക്ക് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ നിർത്താൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കും കൂടിയാണ് ഈ ജാബ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഓക്കെ ഇന്ന് പഞ്ച് ചെയ്തേക്കാം എന്ന് കരുതി ചുമ്മാ നമ്മളിങ്ങനെ പോയി ഹിറ്റ് ചെയ്യാതെ ആ ടാർഗറ്റും കൂടി നമ്മൾ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ അതും കൂടി നമ്മൾ എപ്പോഴും ബേസ് ചെയ്ത് വേണം അടുത്ത പഞ്ചിലേക്ക് നമ്മൾ കടക്കാൻ. അപ്പോൾ എപ്പോഴും സ്ലോ ആൻഡ് സ്റ്റഡി പഞ്ചസ് മതി. ബാക്ക് വർക്കൗട്ടിലേക്ക് നമ്മൾ ചെയ്യുവാണെങ്കിൽ ആദ്യത്തെ ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ടൈം റൗണ്ട് അല്ല, ഞാൻ എപ്പോഴും കൗണ്ട് വൈസ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം 100 പഞ്ച് വീതം 10 റൗണ്ട്സ് ഞാൻ കൗണ്ട് ചെയ്യുക. അതായത് 1000 പഞ്ചസ്. എപ്പോഴും എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് 1000 പഞ്ചസിൽ ചെയ്ത് അത് അന്നത്തെ വർക്കൗട്ട് നമ്മൾ ക്ലോസ് ചെയ്യാൻ. അതിൽ കൂടുതൽ ഞാൻ ചെയ്യത്തില്ല, അതിനുള്ള സമയം എനിക്ക് കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും 1000 പഞ്ചസ് ആണ്. അപ്പം 100 into 10 ആണ് എൻ്റെ രീതി. അപ്പം അതില് ഞാനിപ്പം 100 പഞ്ചസ് മാത്രമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. മാക്സിമം ഒരു 10 റൗണ്ട് വരെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നമ്മുടെ ഷോൾഡറിനൊക്കെ ആണെങ്കിലും അതിന്റെ ഹെൽത്തിനാണെങ്കിലും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ ഒരു പരിധി കൂടുതൽ നമ്മൾ ഇത്രയും സ്ട്രെയിൻ ഇടുവല്ലേ, ഒരു പരിധി കൂടുതൽ നമ്മൾ അത്രയും സ്ട്രെയിനും ഇതും കൊടുത്ത് അതിനുള്ള റിക്കവർ ചെയ്യാനായിട്ടുള്ള ഒരു ടൈമും കൂടിയും കൊടുത്തില്ലെങ്കിൽ ഇഞ്ചേർഡ് ആകാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കുക. ബിഗിനർ ആണെങ്കിൽ മാക്സിമം ഒരു 100 to 500 പഞ്ചസിലേക്ക് മാത്രം നിർത്തുക. ആദ്യമായിട്ട് ചെയ്യുവാണെങ്കിൽ ഒരു 500 പഞ്ചസ് അല്ലെങ്കിൽ ഒരു 100 പഞ്ചസ് ആണെങ്കിലും ഒരു കുഴപ്പമില്ല, 100 പഞ്ചസിൽ തന്നെ നിർത്തുക. അതിൽ കൂടുതൽ പോകാതിരിക്കുക. ഓരോ കാര്യങ്ങളും അധികം റഷ് ചെയ്യാതെ ഭയങ്കര സ്ലോ ആയിട്ട് സ്മൂത്ത് ആയിട്ടങ്ങ് ചെയ്താൽ മതി. സ്റ്റാൻസിൽ നിൽക്കുക. എന്നിട്ട് 100 പഞ്ചസ് എന്ന് പറയുമ്പോൾ മൂവ് ചെയ്തടിക്കുക. മൂവ് ചെയ്യുമ്പം ഇപ്പം ഞാൻ ഈ സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഈ ലെഗ് മൂവ് ചെയ്യുന്ന അനുസരിച്ച് പഞ്ച് ചെയ്തിട്ടാണ് ഞാൻ മൂവ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കാണെങ്കിൽ ഇതായിരിക്കും ആദ്യത്തെ പഞ്ച്. ഇങ്ങോട്ടേക്കാണെങ്കിൽ ഇത് വെച്ചിട്ടാണ് ആദ്യത്തെ പഞ്ചിലേക്ക് പോകുന്നത്. അതായത് ഈ കാല് വെച്ച് ഇത് പഞ്ച് ചെയ്യുന്നു, അടുത്ത പഞ്ച് വരുമ്പം ഈ കാല് ഇങ്ങോട്ടേക്ക് സ്റ്റെപ്പിൻ ചെയ്യുന്നു. ഇങ്ങനെ സ്റ്റെപ്പിൻ ചെയ്താണ് ഇത് പോകുന്നത്. അപ്പൊ പയ്യെ ആണെങ്കിലും അത് ആ ഒരു മൂവ്മെന്റ്സ് നമുക്ക് കിട്ടും. നമ്മൾ നിർത്തി ചെയ്താൽ മതി. ഓരോ കാര്യങ്ങളും അധികം റഷ് ചെയ്യാതെ ഭയങ്കര സ്ലോ ആയിട്ട് സ്മൂത്ത് ആയിട്ട് അങ്ങ് ചെയ്താൽ മതി. തുടക്കക്കാരെപ്പോഴും ഗ്ലൗസ് ഇട്ട് തന്നെ ചെയ്യുക. ഇനി ഗ്ലൗസ് ഇട്ട് ചെയ്യാൻ വലിയ താല്പര്യമില്ല, എനിക്ക് കുറച്ചുകൂടെ ഇതുപോലെ സ്ട്രെങ്ത് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അധികം പവർ യൂസ് ചെയ്യാതെ ഹിറ്റ് ചെയ്യുക. പവർ യൂസ് ചെയ്യാതെ ഹിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലെ തൊലി പോകും, ഉറപ്പ്. ഒരു 100 ഇടി കഴിയുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലെ തൊലി പോകും. അങ്ങനെ തൊലി പോയി അവിടെ ഇങ്ങനെ തഴമ്പിച്ച് ഇങ്ങനെ ഇതുപോലെ വന്നു കഴിയുമ്പോൾ അതിനുശേഷം മാത്രം പവർ കയറ്റുക. അല്ലെങ്കിൽ ഇത് തൊലി പോകുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ തൊലിയും പോവും, നമ്മുടെ കൈ ഒടിഞ്ഞ് നൂങ്ങുകയും ചെയ്യും. അപ്പൊ അതിന് ഒരു വഴി ഉണ്ടാക്കാതിരിക്കുക. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ സംഭവം ചെയ്തിട്ട് ഓക്കെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു, ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ, അടുത്ത ദിവസം പോയി ഇടിക്കട്ടെ എന്നുള്ള രീതിയിലല്ല. അടുത്ത ദിവസം എനിക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ്. അപ്പൊ ഇന്ന്
എനിക്ക് എന്തൊക്കെ ഞാൻ ചെയ്തിട്ട് എന്തൊക്കെ ഇഞ്ചുറീസ് ആണോ എനിക്ക് വന്നിട്ടുണ്ട്, എൻ്റെ മസിൽസിനോ അല്ലെങ്കിൽ എൻ്റെ ബോൺസിന് എന്തൊക്കെ ഇഞ്ചുറീസ് ആണോ വന്നിട്ടുള്ളത്, അതെല്ലാം മാറ്റുന്ന എൻ്റെ അടുത്ത ദിവസത്തെ സ്ട്രെങ്തനിങ് എക്സസൈസിലായിരിക്കും. സ്ട്രെങ്തനിങ് ആൻഡ് കണ്ടീഷനിങ് എക്സസൈസ് ഉണ്ട്, അതെല്ലാം ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ റിസ്റ്റിനുള്ള സ്ട്രെങ്തനിങ് ഞാൻ ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ ക്വാഡ്സ്, എൻ്റെ മസിൽസിൻ്റെ എവിടെയൊക്കെ എന്തൊക്കെ മസിൽസ് ഉണ്ടോ അതിനെല്ലാം ഉള്ള എല്ലാ സ്ട്രെങ്തനിങ് എക്സസൈസും ഞാൻ ചെയ്തിട്ട് അതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് വരുന്നത്. അപ്പം ഇതെപ്പോഴും ഫാസ്റ്റ് റിക്കവറിയും ആണ്, പെട്ടെന്ന് ഹീൽ ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതേസമയം ആ ഒരു എപ്പോഴും ഇഞ്ചുറി ആവുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ പെർഫോമൻസും അതനുസരിച്ച് കൂടുകയും ചെയ്യും. ഇതിങ്ങനെ കിടന്ന് ആടുമ്പം നിർത്തുക. അപ്പം ഞാൻ അതിന് കൂടെ തന്നെ ഇടിക്കും. പക്ഷെ ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ ഇതിങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആ ഒരു ഫ്ലോയിൽ തന്നെ ഇത് വരുന്നതനുസരിച്ച് നമുക്ക് നോക്കി ഇടിക്കും. നമ്മൾ ആദ്യമായിട്ട് ഇടിക്കുമ്പോൾ നമ്മളത് നിർത്തി സ്റ്റോപ്പ് ചെയ്ത് അങ്ങ് പോയാൽ മതി. അതൊരു പ്രൊഫഷണൽ രീതിയിലേക്ക് ഇറങ്ങുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള വേറെ ലെവലിലാണ് അവർ ട്രെയിൻ ചെയ്യുന്നതും അവരുടെ കാര്യങ്ങളും. അപ്പോൾ അതിനെപ്പോഴും ഞാനിപ്പോഴും പറയുന്നു, അതിനെപ്പോഴും നമുക്ക് പ്രൊട്ടക്ഷൻ വേണം. ഇപ്പോൾ ഷിൻഗാർഡ് ഉപയോഗിച്ച് കിക്ക് ചെയ്യുന്നവർ ഷിൻഗാർഡ് ഉപയോഗിച്ച് ചെയ്യും. കാരണം നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഏരിയയിൽ ഇത് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അതുപോലത്തെ സെയിം സംഭവം തന്നെയാണ് നമ്മൾ റിസ്ട്രാപ്പും ഈ ഗ്ലൗസും ഒക്കെ ഇടുക, എന്നിട്ട് അത് ചെയ്യുന്നതും. അപ്പം അതവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് അറിയാൻ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ ബിഗിനർ, ഇപ്പോൾ വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്യുന്നവരുണ്ടല്ലോ, ജിമ്മിൽ പോയിട്ട് ഇങ്ങനെ ബാഗ് കാണുമ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാതെ ബ്ലാ എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓരോ 100 പഞ്ചസ് കഴിയുമ്പോഴും ഒരു 2 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, റിലാക്സ് ചെയ്യുക, അതിനുശേഷം അടുത്ത റൗണ്ടിലേക്ക് കിടക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ചിലപ്പോൾ കൊളുത്തി പിടിക്കും, ചിലപ്പോൾ തുടക്കത്തിലാകുമ്പോൾ ഭയങ്കരമായിട്ട് ഇതുപോലെ അണച്ചുകൊണ്ടിരിക്കും. നിർത്തി ചെയ്യുക. ഓരോ മൂവ്മെൻറ്റ്സും നമ്മൾ നിർത്തി വ്യക്തതയോടെ അത് കൗണ്ട് ചെയ്ത് തന്നെ പോവുക. അപ്പോൾ 100 പഞ്ചസ് ആണെങ്കിൽ 100 പഞ്ചസ്, അതിന് തന്നെ ആ 100 പഞ്ച് കഴിയുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ അന്നത്തെ ഒരു ഇത് തീരും, മതി, അന്നത്തെ ആ ഒരു വർക്കൗട്ട് തീർന്നു. അടുത്ത ദിവസം ആ 100 എന്നുള്ള കൗണ്ട് അപ്പോൾ കൂട്ടാൻ നോക്ക്. ചിലപ്പോൾ 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ 3 മിനിറ്റ് ആയില്ലേ, അമ്മേ അയ്യോ, ആ പരിപാടിയിലേക്ക് നമ്മൾ കിടക്കും. അപ്പൊ ആ 3 മിനിറ്റ് എന്ന് വെക്കണ്ട. ഇപ്പൊ എനിക്ക് ആ ഒരു ലെവലിലേക്ക് പോകാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ 3 മിനിറ്റ് എന്തിനാ ഇങ്ങനെ ചത്ത് കിടന്ന് അടുത്തു, അങ്ങനെ ആ ഒരു ലെവലിലേക്ക് പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കൗണ്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഒരു 56 അല്ലെങ്കിൽ ഒരു 57 വരെ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ എനിക്ക് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇതാവാം. ഇത് കഴിഞ്ഞിട്ട് 57. അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ചിങ്ങനെ റെസ്റ്റ് ചെയ്ത് നമുക്ക് ഹിറ്റ് ചെയ്യാം. അത് നമുക്ക് ഭയങ്കര ഒരു എൻജോയ്മെന്റ്, മനസ്സിലായി, നമ്മളൊരു ഫണ്ണാക്കി എടുക്കുക. നമ്മൾ ഇതിനകത്ത് നമുക്ക് അധികം ഇതൊന്നും കൊടുക്കാതെ ഭയങ്കര സ്മൂത്തായിട്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്കൊരു മടുപ്പ് തോന്നത്തേയില്ല. മറ്റേന്ന് പറഞ്ഞാൽ 3 മിനിറ്റായോ, പക്ഷെ അത് പ്രൊഫഷണൽ രീതിയിൽ അവരങ്ങനെ കേട്ടോ. കാരണം ഒരു മാച്ചിന് ഇറങ്ങുമ്പോൾ ആ ഒരു ലെവലിലേക്കല്ലേ അവർ ചെയ്യുന്നത്. 3 മിനിറ്റ് റൗണ്ട് അല്ലെങ്കിൽ 5 മിനിറ്റ് റൗണ്ടിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആ ഒരു ലെവലിൽ ആ ഒരു പേസ് നമുക്ക് പിടിച്ച് കിട്ടണമെങ്കിൽ ആ ഇത് നമുക്ക് നമ്മുടെ ബാഗിലും നമ്മുടെ അല്ലാതെയുള്ള സ്പാറിങ്ങിലും നമ്മൾ കാണിക്കാനായിട്ടുള്ള ഒരു ഹെൽപ്പ് നമുക്ക് ഉണ്ടാവണം. അത് വേറൊരു സംഭവം കേട്ടോ. ഞാൻ ചെയ്യുന്ന എനിക്ക് ആകെ 1 അവറേ ഉള്ളൂ. ആ 1 അവറിൽ എനിക്ക് ഇത് തീർക്കണം. അപ്പോൾ അതിനുവേണ്ടി ഉള്ള ഒരു തന്ത്രപ്പാടെന്ന് മാത്രം. അപ്പോൾ ഓൾറൈറ്റ് ഗായ്സ്, അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഏകദേശം എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പുച്ഛിക്കാനുള്ളവർക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനുണ്ട്, വരാം, പുച്ഛിക്കാം. നിങ്ങളുടേതായിട്ടുള്ള പുച്ഛം ഞാൻ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇരിക്കുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് ബിഗിനർ ലെവലിലേക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ളവർ, പുച്ഛിക്കാനുള്ളവരല്ലാതെ അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് ഇത് സംഭവം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ പോയി കിണികിണി അടിക്കുക. അതിനുശേഷം കമൻറ്റ് ചെയ്യാമെങ്കിൽ നല്ലതാണെങ്കിൽ കമൻറ്റ് ചെയ്യാം, നല്ലതല്ലെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ വീട്ടിൽ ചെന്ന് കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്യുക, ഇഞ്ചുവേർഡ് ആകാതെ നോക്കുക, നിങ്ങളുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ചുമ്മാ ഇരുന്ന് വീഡിയോ കണ്ടിട്ട് പോകാതിരിക്കുക, അത് ട്രെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഡെയിലി ട്രെയിൻ ചെയ്യുക, അതാണ് ഏറ്റവും മെയിനായിട്ടുള്ളത്. നമ്മുടെ ബോഡി എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ നടക്കുക എന്നുള്ളതല്ല, നമ്മുടെ സ്ട്രെങ്തനിങ്ങും അതുപോലുള്ള സ്റ്റാമിനയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ കാർഡിയോ വാസ്കുലർ ആക്ടിവിറ്റീസ് നമ്മൾ കൂടുതലും ചെയ്യാനായിട്ടുള്ള ഒരു ഹെൽപ്പ് നമ്മുടെ ബോഡിക്ക് കൊടുക്കുക. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സന്ധിക്കും വരെ